കാസർഗോഡ് മോക്ക് പോളിംഗിനിടെ ബി.ജെ.പിക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. UDF, LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ബി.ജെ.പിക്ക് അധിക വോട്ട് ലഭിക്കുന്നുവെന്നാണ് കാസർഗോഡ് നിന്നുയർന്ന പരാതി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകും. ആർക്കെ, എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നിർദ്ദേശം? ഈ വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണല്ലോ കാസർഗോഡ് വിഷയം കോടതിയുടെ ശ്രദ്ധയിലേക്ക് പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചത്. കോടതി എന്ത് നിലപാട് സ്വീകരിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എന്തായിരുന്നു? വിജയൻ, ഇപ്പോഴും ഈ കേസിന്റെ പരിഗണന സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഈ വിവിപാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യത എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വിശദീകരിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നതിനിടെയാണ് ചില ഉദാഹരണങ്ങൾ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയത്. ആ ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു കാസർഗോഡ് ഇന്നലെ ഉണ്ടായത്. 4 മെഷീനുകൾ ഉപയോഗിച്ചപ്പോൾ, മോക്ക് പോളിംഗിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഒരു മെഷീനിൽ ബി.ജെ.പിക്ക് അധികമായിട്ട് വോട്ട് ലഭിച്ചു എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിക്കുകയായിരുന്നു. ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആ സമയത്ത് തന്റെ പക്കൽ വിവരമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. തുടർന്നാണ് ആ വിഷയം പരിശോധിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഈ വിവിപാറ്റ് പൂർണ്ണമായിട്ടും എണ്ണണമെന്ന ഹർജിയിൽ ഇപ്പോഴും വാദം തുടരുന്നു. ആ വാദത്തിൽ സുപ്രീം കോടതി പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് വിവിപാറ്റുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ഒരു നിശ്ചിത ശതമാനം മാത്രം എണ്ണുന്ന ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും കൃത്യത ഉണ്ടാകുമോ എന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് വാദിക്കുന്നു. ഇപ്പോൾ വിവിപാറ്റുകൾ എന്നുള്ളത് ഒരു വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിലെ വോട്ടുകൾ പൂർണ്ണമായിട്ടും എണ്ണുക എന്നുള്ളത് അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ വോട്ട് നൽകുന്ന സമയത്ത് ഏതാണ്ട് 8 സെക്കൻഡോളം ഈ വോട്ട് ചെയ്യുന്ന ആൾക്ക് അത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഒരു വിശ്വാസ്യത ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആയി മാറും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുന്നത്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ റിട്ടേണിംഗ് ഓഫീസർമാർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, ഈ ലാപ്ടോപ്പുകളിലേക്ക് ഏതെങ്കിലും അധിക സോഫ്റ്റ്വെയറുകൾ ആ സമയത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിവിപാറ്റുകളുടെ നിയന്ത്രണം മറ്റാർക്കും ഏറ്റെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ അത് മറ്റേതെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ വഴി ക്രമപ്പെടുത്താൻ സാധിക്കുകയും. ഈ കാസർഗോഡ് വിഷയത്തിൽ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ഒരു നിലപാട് അറിയിക്കുക? അവിടെ എന്ത് സംഭവിച്ചു എന്നതിൽ കോടതി ഒരു വ്യക്തത തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണം കോടതിക്ക് നൽകുക? വിജയൻ, അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുമോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് അറിയില്ല. മറിച്ച് ഇക്കാര്യത്തിൽ സംഭവിച്ച ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഈ കോടതി അറിയിക്കുമായിരിക്കും. അത് ഇന്നുണ്ടാകുമോ എന്നതും സംശയമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ന് പൂർത്തിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം കോടതി ഇപ്പോഴും ഈ വാദം തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം കോടതിയിൽ എത്തുന്നത് പിന്നീടായിരിക്കും. വിജയ്. യെസ്, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങളാണ് RK പങ്കുവച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ഒന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കാസർഗോഡ് ഈ മോക്ക് പോളിംഗിനിടെ നടന്നത്? ഇതിലെ പരാതി എന്താണ് ഈ മുന്നണികൾ നൽകിയത്? അതിലെന്തെങ്കിലും ഒരു മറുപടി റിട്ടേണിംഗ് ഓഫീസർ, ആ സമയത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിലൊരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നലെയായിരുന്നു കാസർഗോഡ് മോക്ക് പോളിംഗ് നടന്നത്. ഇതിൽ ഈ മെഷീനുകളിൽ, അതായത് 9 നോട്ട ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതിൽ അശ്വിനിയുടെ പേര്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പേരാണ് പട്ടികയിൽ ആദ്യ പേരായി വരുന്നത്. ഇതിൽ അശ്വിനിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് 2 വോട്ടായി മാറുന്നു. 2 സ്ലിപ്പ് പുറത്തു വരുന്നു എന്നാണ് UDFന്റെ പോളിംഗ് ഏജന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ വന്ന് പരിശോധിച്ചു. രണ്ടാമത്തെ തവണയും ഇത് ആവർത്തിച്ചു. എന്നാൽ മൂന്നാമത്തെ തവണ 3 തവണ ഇത്
വീണ്ടും വീണ്ടും തുടരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മൂന്നാമത്തെ തവണ വിഷയം പരിഹരിച്ചു എന്നാണ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടത്. അതിനുശേഷമാണ് ഈ മോക്ക് പോളിംഗ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ 10 മെഷീനുകൾ പരിശോധിച്ച സമയത്ത് 10 മെഷീനുകളിൽ BJP സ്ഥാനാർത്ഥിക്ക് ഒരു മെഷീനിൽ അധിക വോട്ട് വരുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. വോട്ടിംഗ് മെഷീൻ സുതാര്യമല്ല എന്നൊരു ആരോപണം പ്രധാനമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിലും ഈ കാര്യമാണ് ഇവർ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വോട്ടിംഗ് മെഷീനിലെ ഈ തകരാറ് പരിഹരിച്ചു എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് ദിവസം ഈ തകരാർ വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഇരു മുന്നണികളും LDFും UDFും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കും. മാത്രമല്ല BJPയുടെ ഏജന്റ്, പോളിംഗ് ഏജന്റ് അത് അവരുടെ വോട്ടാണ് എന്ന് അവകാശവാദം ഉന്നയിക്കും. ഒരുപക്ഷെ ഈ കൗണ്ടിംഗ് ദിവസം, അതായത് വോട്ടെണ്ണൽ ദിവസത്തിൽ ആ ഫലം തന്നെ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഈ UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരും ഉന്നയിക്കുന്നത്. എന്തായാലും വിഷയം പരിഹരിച്ചു എന്ന ജില്ലാ ഭരണകൂടവും അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പ്രശ്നം പരിഹരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഈ മോക്ക് പോളിംഗിന് ശേഷം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ദിവസവും മോക്ക് പോളിംഗ് നടത്താറുണ്ട് എന്നാണ്, വോട്ടെടുപ്പിന് മുമ്പും നടത്താറുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചത്. ഇക്കാര്യത്തിൽ കാസർഗോഡ് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്.